നമസ്കാരം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും അയൽ രാജ്യങ്ങളുമായുമുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 4 ദിവസത്തെ ഔദ്യോഗിക വിദേശ സന്ദർശനം ആരംഭിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ജനുവരി 5 മുതൽ 8 വരെയാണ് സന്ദർശന കാലാവധി. ഇന്ന് UAE-യിൽ എത്തുന്ന കരസേനാ മേധാവിക്ക് UAE ലാൻഡ് ഫോഴ്സ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. UAE-യിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങൾ, പരിശീലനം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. UAE നാഷണൽ ഡിഫൻസ് കോളേജ് സന്ദർശിക്കുന്ന അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ ജനുവരി 7-ന് അദ്ദേഹം കൊളംബോയിൽ എത്തും. ശ്രീലങ്കൻ സൈനിക മേധാവി, പ്രതിരോധ സെക്രട്ടറി എന്നിവരുമായി പ്രാദേശിക സുരക്ഷയെക്കുറിച്ചും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടത്തും. ശ്രീലങ്കയിൽ സമാധാന പരിപാലനത്തിനിടെ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്കായി നിർമ്മിച്ച IPKF സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കും. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം നയവും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ഊട്ടിയുറപ്പിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. സമുദ്ര സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പോരാട്ടം, സൈനിക സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവയിൽ ഈ സന്ദർശനം നിർണായക തീരുമാനങ്ങൾക്ക് വഴിയൊരുക്കും. 2026-ലെ ഇന്ത്യൻ കരസേനാ മേധാവിയുടെ ആദ്യ വിദേശ സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പശ്ചിമേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.